റൊണാൾഡോ അറോഹയെക്കുറിച്ച് കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഒട്ടുമിക്ക റിപ്പോർട്ട്സും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൊണാൾഡോ അറോഹോ ബാസയിൽ ഹാപ്പി അല്ല, പ്ലെയർ ക്ലബ്ബ് വിട്ടു പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. ആകെ കാറ്റലോണിയ റേഡിയോ മാത്രമാണ് ഒരു പോസിറ്റീവ് ന്യൂസ് പുറത്തുവിട്ടത്. അതായത് റൊണാൾഡോ അറോഹോ കോൺട്രാക്ട് റിന്യൂവലിന് ഇനിയും റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇനിയൊരു നല്ല ഓഫർ വന്നാൽ പ്ലെയർ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യാൻ റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നല്ലൊരു ശതമാനം റിപ്പോർട്ട്സും പ്ലെയർ ക്ലബ്ബിൽ നിൽക്കില്ല എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സാണ് പുറത്തുവിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൊണാൾഡോ അറോഹോ എന്തുകൊണ്ട് ബാസ് വിട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നു? നമ്മുടെ പ്രോജക്റ്റ് ഷോക്ക് ആയതുകൊണ്ടാണോ? അല്ല, പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഫ്ലിക്കിൻ്റെ അണ്ടറിൽ നമ്മുടെ പ്രോജക്റ്റ് ഇപ്പോൾ ബെറ്റർ സ്റ്റേജിലാണുള്ളത്. ആൻഡ് പ്ലെയർ ആണെങ്കിൽ ബാസിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ബാസിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് 2-3 മാസങ്ങൾക്ക് മുൻപ് വന്ന റിപ്പോർട്ട്സിലുണ്ടായിരുന്നു. അതായത് പ്ലെയറിന് ഫ്ലിക്കിൻ്റെ പ്രൊജക്റ്റിൽ വളരെയധികം ഹാപ്പിയായി, അതുകൊണ്ട് പ്ലെയർ കോൺട്രാക്ട് റിന്യൂവലിന് റെഡി ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ ടൈമിൽ തന്നെ. അപ്പോൾ ആ ഒരു റെസ്പോൺസ് കൊടുത്ത പ്ലെയർ ഇപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് വിട്ട് പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പണം തന്നെയാണ്, വേറൊന്നുമല്ല. ഇപ്പോൾ ചില റിപ്പോർട്ട്സ് പറയുന്നു കുബാർസി ഇനീഗോ മാർട്ടിനസിൻ്റെയും ഗ്രോത്ത് കണ്ടിട്ട് അറോഹോന് മനസ്സിലായി അദ്ദേഹത്തിന് സ്ലോട്ടില്ല, ചാവിയുടെ അണ്ടറിലുള്ള ആ ഒരു പവറോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊന്നും ഒരു പെർഫെക്റ്റ് റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം മീഡിയാസ് ഉണ്ടാക്കിയ തിയറീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അറോഹോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മൈൻഡ് സെറ്റ് വെച്ച് നോക്കുമ്പോൾ പ്ലെയർ ഫൈറ്റ് ചെയ്തിട്ട് തന്നെ ആ സ്ലോട്ട് ഏൺ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരിക്കും. ഷുവറായിട്ടും ഫൈറ്റ് ചെയ്തിട്ട് തന്നെ ഏൺ ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ അറോഹോ എന്ന് പറയുന്ന പ്ലെയർ ഈ ഒരു കുബാർസി കാരണോ അല്ലെങ്കിൽ ഇനിഗോ കാരണമല്ല ക്ലബ്ബ് വിട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ താഹ് എന്ന് പറയുന്ന പ്ലെയർ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ലോട്ട് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടല്ല ക്ലബ്ബ് വിട്ട് പോകുന്നത്. അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ, പണമാണ്. പ്ലെയർ ഉദ്ദേശിച്ച പണം നമ്മുടെ ബോർഡ് കൊടുക്കാൻ നിൽക്കുന്നില്ല. അതാണ് ഇതിവിടുത്തെ മെയിൻ ഇഷ്യൂ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബാസ് കോൺട്രാക്ട് റിന്യൂവൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലെയർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്ലെയർ ആഗ്രഹിച്ചൊരു എമൗണ്ട് നമ്മുടെ ബോർഡ് കൊടുക്കാത്തതുകൊണ്ടാണ്. അല്ലാതെ ബാസയുടെ പ്രൊജക്റ്റ് ഷോക്കാണെന്ന് പറഞ്ഞിട്ടല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യാൻ റെഡി ആവുമായിരുന്നു. പക്ഷെ ബാസ പ്ലെയർ ആഗ്രഹിക്കുന്ന സാലറി കൊടുക്കണം. പക്ഷെ അതേസമയത്ത് ബയൺ മ്യൂണിക്ക് പ്ലെയർ ആഗ്രഹിക്കുന്ന സാലറി കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മെയ് ടൈമിലൊക്കെ ബയണിന് ഈ ഒരു പ്ലെയറിൽ ഹെവിലി ഇൻട്രസ്റ്റഡ് ആയത്. പക്ഷേ കോപ്പ അമേരിക്ക ടൈമിൽ പ്ലെയർ ഇഞ്ചോർഡ് ആയതുകൊണ്ട് ബയൺ അതിൽ നിന്നും ബാക്കൗട്ട് അടിച്ചു. യുണൈറ്റഡും ബാക്കൗട്ട് അടിച്ചു. അതുമാത്രമല്ല സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ടൈമിൽ നമ്മുടെ ബോർഡ് വീണ്ടും ഒരു നെഗോസിയേഷൻ നടത്താൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പ്ലെയർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം പ്ലെയർ ഡിമാൻഡ് ചെയ്തൊരു എമൗണ്ട് ആയിരിക്കില്ല പ്ലെയറിന് ലഭിച്ചത്. അപ്പോൾ ഇപ്പോൾ പ്ലെയർ യുവൻറ്റസിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ബാസയുടെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് വെച്ച് നോക്കുമ്പോൾ യുവൻറ്റസിൻ്റെ പ്രൊജക്റ്റെല്ലാം വളരെ ഷോക്കാണ്. ഇപ്പോൾ പ്ലെയർ യുവൻറ്റസ് ഡീലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആർസണൽ ഡീലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊജക്റ്റിനല്ല ഫണ്ടിനാണ് പ്ലെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ആർസണലിനേക്കാളും യുവൻറ്റസിനേക്കാളും ബെറ്റർ പ്രൊജക്റ്റ് ബാസയുടെ കയ്യിലുള്ള, അത് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള ബാസ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇപ്പോൾ പ്രൊജക്റ്റ് വളരെ ബെറ്ററാണ്. ഫൈനാൻഷ്യലി നമ്മൾ കുറേ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോജക്റ്റ് ടോപ്പ് തന്നെയാണ്. മറ്റ് 2 ക്ലബ്സിനേക്കാളും ബെറ്ററാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പണമാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അല്ലാണ്ട് പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന താഹോ ഇനിഗോ മാർട്ടിനസോ കുബാർസിയോ ഒന്നുമല്ല, പണമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറോഹോന് യുവൻറ്റസ് പോകാൻ താല്പര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ആർസണലിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും പ്ലെയർ ആഗ്രഹിക്കുന്ന സാലറി ആ പറയുന്ന ക്ലബ്സ് കൊടുക്കാൻ റെഡിയാവുന്നുണ്ട്. പക്ഷേ പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ചീപ്പാണ്. ഇപ്പോൾ റീസെൻ്റ്ലി യുവൻറ്റസ് ഒരു ഓഫറായിട്ട് വന്നു. അത് ബാസ റിജക്റ്റ് ചെയ്തു എന്നാണ് ഈ ഒരു ഫെബ്രുവരി പുറത്തുവിട്ടിട്ടുള്ളത്. എത്രയാണ് എമൗണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുൻപ് വന്ന റിപ്പോർട്ട്സ് പറഞ്ഞത് 35 മില്യൺ യൂറോസിൻ്റെ ഒരു എമൗണ്ട് ആയിട്ട് യുവൻറ്റസ് വന്നു എന്നാണ്. 35 മില്യൺ യൂറോസിൻ്റെ വാല്യൂ ഉള്ള പ്ലെയർ ആണോ ഈ പറയുന്ന അറോഹോ? അല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ 90-100 മില്യൺ യൂറോസിനടുത്തുള്ള ഒരു എമൗണ്ടിന് പോകേണ്ട ഒരു പ്ലെയറാണ് ഈ പറയുന്ന അറോഹോ. ഹാരി മെഗ്വയറിന് 80 മില്യൺ യൂറോസിന് ഈ ഒരു ലെസ്റ്റർ സിറ്റിക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസ് പറയുന്ന താരത്തെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു അയാക്സിന് സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, റൊണാൾഡോ അറോഹോ എന്ന് പറയുന്ന താരത്തെ ഒരു 90 മില്യൺ യൂറോസിനെങ്കിലും സെല് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി പ്ലെയറിൻ്റെ ഭാഗത്ത് പുഷ് ഉണ്ടെങ്കിൽ ഓക്കെ 70 മില്യൺ യൂറോസിനെങ്കിലും
ആ ഒരു ഡീൽ നടക്കണം. ഇപ്പോൾ ബാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചീപ്പ് റേറ്റിൽ പ്ലെയറെ പ്രതീക്ഷിക്കേണ്ട, പ്ലെയർ പുഷ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും 70 മില്യൺ യൂറോസ് എങ്കിലും ഈ പറയുന്ന യുവൻറ്റസോ അല്ലെങ്കിൽ ആർസണലോ നൽകണമെന്നാണ് പറയുന്നത്. കാരണം പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താൻ നമ്മുടെ ബോർഡിന് വലിയ താല്പര്യമില്ല. പ്ലെയറിനാണ് പുഷെങ്കിൽ ഈ പറയുന്ന ക്ലബ്സൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓഫറായിട്ട് വരണമെന്നാണ് ബോർഡിൻ്റെ ഡിമാൻഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ സമ്മറിൽ നമ്മുടെ ഡെക്കോന് അറോഹോനെ പുറത്താക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സമ്മറിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞും കൂടിയാണ്. അപ്പോൾ ഡെക്കോ ആഗ്രഹിച്ച കാര്യം മിക്കവാറും ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഈ ഒരു അറോഹോ എടുത്തിരിക്കുന്ന ഡിസിഷനിൽ ഞാൻ അത്ര ഹാപ്പിയല്ല. ഇനി പ്ലെയറെ ഫോഴ്സ്ഫുള്ളി ഇപ്പോൾ ബാസ് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ ഈ വരുന്ന യുവൻറ്റസ് ഓഫറോ അല്ലെങ്കിൽ ആർസണൽ ഓഫറോ റിജക്റ്റ് ചെയ്ത് പ്ലെയറെ കണ്ടിന്യൂ ചെയ്യിപ്പിച്ചാലും പ്ലെയർ പുതിയൊരു കോൺട്രാക്റ്റോ കാര്യങ്ങളോ സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പകരം 2026 ഫ്രീ ഏജൻ്റായിട്ട് ക്ലബ്ബ് വിട്ടു പോകാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡെക്കോ എന്ന് പറയുന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് കണ്ടന്റ് അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.